നമസ്കാരം. സഹകരണ മേഖലയെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടത് വലത് പാർട്ടികൾക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർണായക നീക്കമുണ്ടായിരിക്കുന്നു. സഹകരണ മേഖല ഒന്നാകെ പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുകയാണ് കേന്ദ്രം. കേരളത്തിന്റെ ദീർഘകാല ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സഹകരണ വകുപ്പ് നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ തീരുമാനം നടപ്പായാൽ എല്ലാ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാകും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ ചരട് മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ കൈപ്പിടിയിലാകും. കരുവന്നൂർ അടക്കമുള്ള ഇടത് നേതാക്കളുടെ പണത്തട്ടിപ്പ് കേസിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നതാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിയുടെ അന്വേഷണം നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയെ അടക്കം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സഹകരണ വകുപ്പിന്റെ ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് 4 നോമിനികളെ വരെ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത്. ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചതോടെ സഹകരണ മേഖലയിൽ പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ കുത്തകയായ സഹകരണ മേഖലകളിൽ പാർട്ടി പ്രവർത്തകരെ കുത്തിനിറച്ച തട്ടിപ്പ് നടത്താൻ പാകത്തിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സമ്പ്രദായം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. സഹകരണ മേഖല ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ബാങ്കിംഗ് കറസ്പോണ്ടന്റ് എന്ന നിലയിലാകും മാറ്റം. മുൻപ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കുകളെ പോലെയായിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് നിയന്ത്രണത്തോടെ അവയ്ക്ക് ബാങ്ക് പദവി നഷ്ടമായി. അതാണ് ഇനി തിരിച്ചു കിട്ടുന്നത്. സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ക്ഷീര സംഘടനകൾക്കടക്കം അനുമതി ലഭിക്കും. തൊഴിലാളികളും സാധാരണക്കാരുമായ ഒട്ടേറെ പേരാണ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ. സർക്കാർ പദ്ധതികളുടെ സഹായം, സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നത് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സഹകരണ മേഖലയെ ഇത് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ. റിസർവ് ബാങ്കിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് ബിസിനസ് കറസ്പോണ്ടന്റായി സംഘങ്ങളെ നിശ്ചയിക്കാനാകുക. കേരള ബാങ്കിന് ലൈസൻസ് ഉണ്ട്. ഈ ബാങ്കുകൾ കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാകണമെന്ന വ്യവസ്ഥയും കേരള ബാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ കേരള ബാങ്കിന്റെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് മാറ്റാനാകും. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രാമമേഖലയ്ക്ക് വലിയ ഊർജമായി അത് മാറുകയും ചെയ്യും. കേരള ബാങ്കിനും കൂടുതൽ കരുത്ത് ഇത് നൽകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ അക്കൗണ്ട് തുടങ്ങുക, നിക്ഷേപം സ്വീകരിക്കുക, പണം പിൻവലിക്കുക, മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം നടത്തുക, ഓൺലൈൻ പണമിടപാട് സംവിധാനം ഒരുക്കുക എന്നിങ്ങനെ 23 ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് കേരള ബാങ്കിനാണ് ഈ സേവനം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകാനാകുന്നത്. ബാങ്കിംഗ് കറസ്പോണ്ടന്റുമാരെ നിശ്ചയിക്കുന്നതിന് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് 6 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിൽ 12,241 പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷീരവകുപ്പിന് കീഴിൽ 3,370 സംഘങ്ങളുമുണ്ട്. 653 മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുമുണ്ട്.